ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ ഞാൻ കാണിക്കാൻ പോകുന്നത് സസ്കാറ്റൂൺ പ്രൊവിൻസിലെ സാസ്കറ്റൂൺ സിറ്റിയിൽ ഞാൻ പോയിരുന്നു, കാനഡയിൽ. അപ്പം അവിടെ ഞാൻ ചില കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ പഠിക്കാനും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ പഠിക്കാനും വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ അവിടെ കണ്ട ചില പിക്ചേഴ്സ് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു. ഒന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഏരിയൽ വ്യൂ ആണ്. ടോട്ടൽ അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഏരിയൽ വ്യൂവിൽ കാണാൻ എന്തൊക്കെ അവിടെ നടക്കുന്നുള്ളതിനെപ്പറ്റി ഒരു ആവറേജ് ഐഡിയ കിട്ടാൻ വേറെ ആൾക്കാരെടുത്തതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡിറ്റാച്ച് ഹോമാണ് കാണിക്കുന്നത്. ആ ഡിറ്റാച്ച് ഹോം എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ വീടിരിക്കും എന്നുള്ള കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രെയിമിങ്ങിലിരിക്കുന്ന വീട്, അതിൻ്റെ ഫ്രെയിമിങ്ങിൽ നടക്കുന്നു, അതെങ്ങനെ ഇരിക്കുന്നു, പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിങ് വർക്ക്, മറ്റുള്ള വർക്കുകൾ ഇങ്ങനെ കാണുന്നു. അതുപോലെ തന്നെ ഓരോ വർക്കുകൾ തീരുമ്പോൾ സിറ്റിയുടെ ഇൻസ്പെക്ടേഴ്സ് വന്ന് അതിനെ ഇൻസ്പെക്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നു, ആ ഭാഗം ഓക്കെ. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഫ്രെയിമിങ്ങും സ്ട്രക്ചറിൻ്റെ വർക്കുകളെയും അതുപോലെ ഫൗണ്ടേഷൻ്റെ വർക്കുകളെയും സിറ്റി വന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് അതിന് ശേഷമാണ് അവരെ ഫൈനൽ പെർമിറ്റ് കൊടുക്കുന്ന ഒക്യുപ്പേഷനുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ ഭാഗമുള്ള ഒരു വീട് കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന ഒരു ഡിറ്റാച്ച് ഹോം ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടൗൺ ഹോം പണിയുന്നു. അതും ഈ സാസ്കറ്റൂൺ ഏരിയ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത റോസ്വുഡ് ഏരിയയാണ്. അത് കഴിഞ്ഞ് ഷർമാലൈൻ എന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ട് മാറി വേറൊരു ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അവിടെ ടൗൺ ഹോംസ് പണിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ 2-3 സ്റ്റേജിൽ കാണിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ ഈ പെർമിറ്റ് വർക്ക് ചെയ്യുന്നതെന്നും ഓരോ വർക്കുകളും സിറ്റി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ, ഫൈനൽ റെസിഡൻസി താമസിക്കാനുള്ള യോഗ്യമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം യാതൊരു വിധത്തിലൂടെ താമസിക്കാൻ പാടില്ല. അപ്പോൾ വളരെ സ്ട്രിക്റ്റ്ലിയാണ് ഓരോ വീടും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗം എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു റിയൽറ്റർ ഉണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ കൂടി ചെയ്യുന്ന പുള്ളി ചെയ്യുന്നുണ്ട്, കോൺട്രാക്ടറോടാണ്. ഞങ്ങൾ രണ്ടും പോയാണ് ഇതെല്ലാം കാണുകയും ഈ പിക്ചർ എടുക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.
ആ ഇത് ഈ റോസ്ബെഡ് ഏരിയയിലെ പുതിയതായിട്ട് ആ റോസ്വുഡില് പുതിയതായിട്ട് പണിയുന്ന വീട്. സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ഇത് 1600 സ്ക്വയർ ഫീറ്റ്. ആ 2 കാർ ഗരാജ്. ആ മുന്നോട്ട് പോകാനുള്ള വഴി എങ്ങനെയായിരിക്കും? മുന്നോട്ട് പോകാനുള്ള വഴി ഇതെല്ലാം പണി തീർന്ന വീട്. ഇതെല്ലാം ഇവിടെ എല്ലാം പണി തീർന്ന വീടുകളാണ്. എല്ലാം ഫിനിഷ് ചെയ്ത വീടുകളാണ്. ഇതിപ്പോ നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. സ്റ്റെപ്പ് ഇപ്പൊ പണിത് തീരുന്നേ ഉള്ളൂ. നമുക്കിപ്പോ സൈഡിലെ ഡോറിൽ കൂടെ എൻ്റർ ചെയ്യാം. ഇത് കയറാം. എല്ലാം കവേർഡ് ആണ്. അങ്ങനെ നമ്മൾ പണിയുന്ന വീടുകൾക്കെല്ലാം ഫ്രണ്ടിൽ കവേർഡ് ചെയ്തായിരുന്നു. അപ്പൊ സ്നോ ആണെങ്കിലും അധികം ഇങ്ങോട്ട് വരുമല്ലോ. നമുക്ക് പെട്ടെന്ന് വണ്ടി വീട്ടിലോട്ട് കയറണമെങ്കിലേ നമുക്കത് അങ്ങനെ കയറാം. നമുക്കിപ്പോ സൈഡിലെ ഡോറിൽ കൂടെ കയറാം. ഇത് ഡെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും. ഫെൻസ് നമ്മൾ ഓൾറെഡി ഫെൻസ് ചെയ്ത് കണ്ടില്ലേ? ഫെൻസ് ഓൾറെഡി ചെയ്ത് നമ്മള് ഫെൻസ് ചെയ്ത് കൊടുക്കും. ഡെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കും. വീടിന്റെ ഒക്കെ പണി തീർന്ന ഒരാൾക്കാർ ഇങ്ങനെ താമസം മാറി വരുന്നതാണ്. അത്യാവശ്യം ഡെക്ക് കവേർഡ് ഡെക്കാണ് വരുന്നത്. അപ്പം നമുക്ക് മഴയോ അങ്ങനത്തെ ഇഷ്യൂ വന്നാലും നമുക്ക് കുഴപ്പമില്ല. എല്ലാം കവർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പൊസിഷൻ നമ്മള് ഇത് ഏപ്രിൽ അവസാനം മെയ് ഫസ്റ്റ് വീക്ക്. ഇത് വലിയ സമയം എടുക്കല്ലോ. ഇതിപ്പോ ഒരു 5 മാസം കൊണ്ട് തീരുന്ന ഒരു പ്രൊജക്റ്റാണ്. അതെ. നമ്മള് നമ്മുടെ ട്രേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പണിക്കാരെല്ലാം നമ്മുടെ സ്വന്തം പണിക്കാരാ. ഏതാ? ഇല്ല, ഇന്ന് പണിക്കാരില്ല. ഇന്നിപ്പം നമ്മുടെ വേറൊരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവർ അതിലോട്ട് പോയതാണ്. ഇത് R2 മെറ്റീരിയൽ ആണ്. നമ്മൾ സിറ്റിയുടെ ഇൻസുലേഷൻ, സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ചുള്ള ഇൻസുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വയറിംഗ് എല്ലാം സിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പെർമിറ്റ് പുള്ളി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇത് വരും. കിച്ചന്റെ സിങ്ക് ഏരിയ വരും. ഇവിടെ കിച്ചൺ വരും. ഇവിടെ കിച്ചൺ വരും. അത് ലിവിംഗ് റൂം വരും. അത് ലിവിംഗ് റൂം വരും. ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ക്ലോസറ്റ് ആണ് വരുന്നത്. വാഷ്റൂം ഇതാണ് വരുന്നത്. ഈ നേരെ വരുന്നതാണ്, ഈ കാണുന്നതാണ് വാഷ്റൂം. ഇത് ഡബിൾ കാരേജ്, നേരെ എൻട്രൻസ്. ഇവിടെ ഒരു വാഷ്റൂം വരും. ഇതൊരു ക്ലോസറ്റ്. ഇവിടെ ഒരു എൻട്രൻസ്. മേളിലോട്ടുള്ള ഇതിങ്ങനെ ഇവിടെ സൈഡില് നമുക്കത് മനസ്സിലാവല്ലോ. നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ബെഡ്റൂമാണ്. പുറത്തോട്ടുള്ള വ്യൂ. ബോണസ് റൂം ഇല്ല. ഞാൻ കഴിഞ്ഞ വെള്ളം കാൽഗരി വീട് ചെയ്തപ്പോഴേ ഞാൻ ചെയ്തു ഈ കാലേജിന് മേളവശം മോഡിഫൈഡ് ബൈ ലെവൽ ചെയ്ത്. മോഡിഫൈ ബൈ ലെവൽ ചെയ്ത്. അങ്ങനെ ചെയ്തല്ലേ? അങ്ങനെ ചെയ്യാം. നമ്മളത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്താൽ മതി. അതനുസരിച്ച് അതങ്ങനെ ചെയ്താൽ മതി. ഇത് ക്ലോസറ്റ്, വാർഡ്രോബ്. ഇത് ലോണ്ടറി റൂം. അല്ല, ഇത് ഇവിടുത്തെ കോമൺ വാഷ്റൂം. ഇത് ഇവിടുത്തെ പുറത്തെ കോമൺ വാഷ്റൂമാണ്. പുറത്തെ കോമൺ വാഷ്റൂം കണക്ഷൻ ഇട്ടിരിക്കുന്നു. ഇവിടെ കിച്ചണില്ല. ഇതൊരു ബെഡ്റൂം. 2 ബെഡ്റൂമായി. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം വരും. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ബെഡ്റൂം ഏരിയ വരും. ഇതിങ്ങനെ ഇത്രയും ബെഡ്റൂം ഏരിയ വരും. ഇതൊരു വാക്കിംഗ് ക്ലോസറ്റ് വരും. ഇത്രയും വലിയ വാക്കിംഗ് ക്ലോസറ്റ് ആണ് ഇത് ഈ കാണുന്നത്. ഇത് ഇത്രയും വലിയ വാക്കിംഗ് ക്ലോസറ്റ്. ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ വാഷ്റൂമാ. ഇത് സ്റ്റാൻഡിംഗ് ഷവർ ആയിരിക്കും അവിടെ. സ്റ്റാൻഡിംഗ് ഷവർ. വേറൊരു ഷവറും ഉണ്ടാവും. 2 ടബും ഉണ്ടാവും. പിന്നെ 4 പീസ് ഇതാ വരുന്നത്. 4 പീസ് 2 സിങ്കും 2 മിററും ഒക്കെ ആയിട്ട് അതാ വരുന്നത്. 4 പീസ് കണക്ഷൻ വരുന്നത് അവിടെ. ഇതിപ്പോ നമ്മള് ബേസ്മെന്റ് ഫിനിഷ് ചെയ്യാതെ, ബേസ്മെന്റ് നമ്മൾ ജസ്റ്റ് ഫ്രെയിം ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കും. ബേസ്മെന്റ് ഫിനിഷ് ചെയ്യില്ല. ബേസ്മെന്റ് ഫിനിഷ് ചെയ്യാതെ ഒരു 650, 660 ചോദിക്കുന്നത്. ബേസ്മെന്റോട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഒരു 720, 730 ഒക്കെ ആവും. ബേസ്മെന്റ് വേണം. പിന്നെ ഇവിടെ നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടേ. അത് റേറ്റിംഗ് വേറെയാണ്. അത് നമ്മൾ സിറ്റിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ചില ആൾക്കാർ നമ്മുടെ നോർമൽ ഇൻസുലേഷനിൽ ഫയർ പ്രൂഫിംഗ് വരുന്നുണ്ട്. ചിലര് നമുക്ക് ഡബിൾ ഇൻസുലേഷൻ പറയേ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇനിയിപ്പം ഇവിടെ ജസ്റ്റ് നമ്മള് ഇതായതേ ഉള്ളൂ. കാരണം അതിനുള്ള കണക്ഷനുള്ള എല്ലാം ഇട്ടിട്ടേ ഉള്ളൂ. ഫർണസ് റൂമാണ് വരുന്നത്. ഫർണസ് റൂം ഇത് ഇവിടെ വരും. ഇത് വരും. ഫർണസ് റൂം ഇവിടെ വരും.
ഇവിടുന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസ്മെന്റ് വരുന്നത്. നല്ല കാര്യം. ഇൻട്രസ്റ്റ് നല്ല കാര്യം കേട്ടോ. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ആ വഴിയായിരിക്കും വരുന്നത്. നമ്മൾ എൻട്രൻസ് വഴി ഇതിലെ വഴി എൻട്രൻസ് ചെയ്യും. പണി കഴിയാൻ വളരെ ഭംഗിയായിരിക്കും. ഞാൻ കാൽവരി 2 വീട് പണിതില്ലായിരുന്നു. പണിക്കുന്ന 2 വീട് ഇതുപോലെ തന്നെയായിരുന്നു. ഓരോരോ സ്റ്റേജ് വന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ ബുക്ക് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രോഗ്രസ് ചെക്ക് ചെയ്ത് പോകാൻ. അതെ. ഇതിപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്ററിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്യും. ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്ത് ഓരോ സ്റ്റേജിലും ഇൻസ്പെക്ഷൻ നടത്തി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇത് ചെയ്യുന്ന ട്രേഡ്സിനെ ഡെയിലി വേജസ് വെച്ചിരിക്കുകയാണോ? അല്ല, ട്രേഡ് വേസ് അല്ല. നമ്മൾ ഓരോത്തിനും ഓരോ പ്രൊജക്ട് വാല്യൂ ഇട്ടിട്ട് നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. കാർപ്പന്റ് വേറെ. അതെ. പിന്നെ സിറ്റി വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുക, വീക്കിലി വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ടോ? സിറ്റി ഓരോന്നിനും ഇൻസ്പെക്ഷൻ ചെയ്യും. അതായത് ഇൻസ്റ്റലേഷൻ കഴിയും, ഫ്രെയിമിംഗ് കഴിയുമ്പോൾ സിറ്റി ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യും. അല്ല, ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ, ഫ്രെയിമിംഗ് കഴിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ, ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ, പ്ലംബിംഗിന്റെ വാട്ടർ ഇത് ഇലക്ട്രിക്കലിന്റെ ഒരു ഇൻസ്പെക്ഷൻ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഫൈനൽ ഇൻസ്പെക്ഷൻ. ഇല്ല, നമുക്ക് പേപ്പറിൽ നമുക്ക് സിറ്റിയുടെ ഓൺലൈൻ പെർമിറ്റിൽ അവര് ചെയ്യുന്നുണ്ട്. ഇല്ല, പേപ്പറിൽ ഇതൊന്നുമില്ല. അവര് നമുക്ക് ഇല്ല. ഇപ്പൊ അത് മറ്റേ അവസാനം ഇടുമ്പോഴേ അവര് എഴുതി സ്ലിപ്പ് ഇടും. ഇപ്പൊ അവര് എന്താ പറഞ്ഞാൽ അവരുടെ നമ്മുടെ ഓൺലൈൻ പെർമിറ്റ് തന്നെ അവര് പെർമിറ്റ് ചെയ്ത് അങ്ങ് പോവാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയില്. ഇത് ഒരു ശർമാലയൻ ഏരിയയിലാണ് ഇത് കാണുന്നത്. ഇത്രയും തണുപ്പാണെങ്കിലും ഐസിനാണെങ്കിലും ആൾക്കാർ ഫുൾ സ്വിങ്ങിലാണ്. മെഷീനറീസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാണാൻ സാധിക്കുന്നു. മെറ്റീരിയൽസ് എല്ലാം റെഡിമെയ്ഡ് വന്നിരിക്കുകയാണ്. അത് അസംബിൾ ചെയ്യുകയാണ് കൂടുതലും ചെയ്യുന്നത്. മാറ്റി പാനലിങ് മാത്രം പോലെ ചെയ്യുന്നത്. ഇവിടെ കാണുന്നത്